നമസ്കാരം. ഇത്തവണ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഒരുങ്ങിയവരിൽ ഭൂരിപക്ഷവും യുവതികളാണ്. തെരഞ്ഞെടുപ്പിൽ പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ഥാനാർത്ഥികൾ സ്ത്രീകളാണ്. 33% വനിതാ സംവരണം ഉറപ്പാക്കിയിട്ടുണ്ടെങ്കിലും പല വാർഡുകളിലും അതിനേക്കാൾ കൂടുതൽ സ്ത്രീകളാണ് മത്സരരംഗത്തുള്ളത്. കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ കാലത്തിനൊത്ത് മാറ്റത്തിന് തയ്യാറായിരിക്കുകയാണ് സ്ത്രീകൾ. മത്സര രംഗത്ത് യുവത്വം മാറ്റുരയ്ക്കുന്നു എന്നത് മാത്രമല്ല, അവരെല്ലാം അഭ്യസ്ത വിദ്യരാണ് എന്ന പ്രത്യേകതയുമുണ്ട്. ശാരീരികമായ പരിമിതികൾ ഉണ്ടെങ്കിൽ പോലും മരണം വരെയും താൻ തന്നെ മത്സരിക്കണമെന്ന പഴയ തിട്ടൂരങ്ങൾക്ക് ചെവി കൊടുക്കാൻ രാഷ്ട്രീയ നേതൃത്വങ്ങൾ തയ്യാറായില്ലെന്നത് ഭാവിയിലേക്കുള്ള നാടിന്റെ മാറ്റങ്ങളുടെ ചൂണ്ടുപലകയായി കണക്കാക്കാം. പുതിയ തലമുറ പൊതുസമൂഹത്തെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നത് പ്രസക്തമാക്കുന്ന സമയം കൂടിയാണിത്. സാമൂഹിക പ്രതിബദ്ധതയുള്ള യുവതീ യുവാക്കൾക്ക് പൊതുസമൂഹത്തിൽ എങ്ങനെയൊക്കെ ഇടപെടണമെന്നതും ഇവർ മനസ്സിലാക്കി വച്ചിട്ടുണ്ട് എന്ന് വേണം കരുതാൻ. പുതുമുഖ സ്ഥാനാർത്ഥികൾ ഭൂരിപക്ഷം വനിതകളാണെന്ന പ്രത്യേകതയും ഇത്തവണയുണ്ട്. ഭൂരിപക്ഷം വരുന്ന സ്ത്രീകൾക്കുള്ള നമ്മുടെ നാട്ടിൽ കൃത്യമായും സവിശേഷമായും പ്രാതിനിധ്യം ഉറപ്പാക്കേണ്ടവരാണ് ജനപ്രതിനിധികൾ. സ്ത്രീപക്ഷ വീക്ഷണങ്ങൾക്ക് വലിയ മൂല്യങ്ങളുള്ള പുതിയ കാലത്ത് ഏറ്റവും മികച്ച മാതൃകകൾ നമ്മുടെ നാട്ടിൽ നിന്നുയരട്ടെ. സ്വത്വബോധത്തോടെ ഉയർന്നു നിൽക്കാൻ നമ്മുടെ നാട്ടിലെ ഈ പെൺകുട്ടികൾക്കാവട്ടെ. കേരളത്തിന്റെ പല ഭാഗങ്ങളിലെയും മണ്ഡലങ്ങളിൽ മലയാളം ന്യൂസിന്റെ വാർത്താ സംഘം സഞ്ചരിക്കുകയുണ്ടായി. ഇത്തരത്തിൽ ഇന്ന് ഞങ്ങളുടെ വാർത്താ സംഘം കണ്ടുമുട്ടിയത് കൊല്ലം മുഖത്തല ബ്ലോക്കിലെ പഴങ്ങാലൻ ഡിവിഷനിൽ മത്സരിക്കുന്ന സൗമ്യ എസിനെയാണ്. സൗമ്യ ജനവിധി നേടുന്ന ഘട്ടത്തിൽ അവർ ഈ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നതാണ് ഞങ്ങൾ പഠിക്കാൻ ശ്രമിച്ചത്. രാഷ്ട്രീയ പിൻബലം കൊണ്ടോ ഗോഡ് ഫാദർമാരുടെ റെക്കമെൻഡിലോ അല്ല അവർ സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചതെന്ന് സാക്ഷ്യപ്പെടുത്തിയത് അവരുടെ വാർഡിലെ വോട്ടർമാർ തന്നെയായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ സൗമ്യ വോട്ടർമാരോട് പറയുന്നത് എന്തെന്ന് നോക്കാം. നമ്മുടെ ഇവിടെ കുറേ കോളനികളും കാര്യങ്ങളും എല്ലാം ഉണ്ട് നമ്മളുടെ വാർഡിൽ തന്നെ. ഞാൻ അവിടെയൊക്കെ ചെന്നപ്പോൾ അവർ പറയുന്നതെന്ന് വെച്ചാൽ ഓരോരുത്തരും ജയിച്ചു പോയി കഴിഞ്ഞിട്ട് പിന്നെ ആ വാർഡിലോട്ടൊന്ന് തിരിഞ്ഞു നോക്കിയാവട്ടെ, അവരുടെ കാര്യങ്ങൾ കേൾക്കുകയാവട്ടെ, അവരെ പിന്നെ കണ്ടു കഴിഞ്ഞാൽ പോലും അവരെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. ഇതൊക്കെ ആകുമ്പോഴത്തേക്കും ഇതൊക്കെ കേട്ടപ്പം തന്നെ നമ്മൾ ചോദിക്കാൻ ചെല്ലുമ്പം തന്നെ അവർ പറയുന്നതെന്ന് വെച്ചാൽ ഇന്ന് നിങ്ങൾക്ക് ഇങ്ങനെ വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ ആവുമോ, നിങ്ങൾ വരാതിരിക്കുമോ എന്നൊക്കെയാണ് അവർ ചോദിക്കുന്നത്. പക്ഷെ ഞാൻ ഉറപ്പ് പറയുന്നു, ഞാൻ നിങ്ങളെപ്പോലെ തന്നെ നിങ്ങളിൽ ഒരാളായിട്ട് തന്നെ എന്നും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അത് എൻ്റെ ഒരു ഉറപ്പാണ്. അതൊരിക്കലും ഞാൻ മാറ്റി പറയത്തേയില്ല. ഞങ്ങളെ പോലുള്ള യുവതി യുവാക്കൾ മെമ്പറായി കഴിഞ്ഞാൽ നിങ്ങളുടെ ഏതാവശ്യവും ഞങ്ങളെ കൊണ്ട് സാധിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഞങ്ങളുടെ പിന്താങ്ങലായിട്ട് വരുന്ന മുതിർന്ന നേതാക്കൾ അവർ ഞങ്ങൾക്ക് വേണ്ടുന്ന ഞങ്ങൾക്കും നിങ്ങൾക്കും വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു തരും എന്ന് ഉറപ്പ് നൽകുന്നു. ജയിച്ചു കഴിഞ്ഞ ആ നിമിഷം മുതൽ തന്നെ നിങ്ങളുടെ കൂടെ ഞങ്ങളും ഉണ്ടാവും, ഞാനുണ്ടാവും, ഞങ്ങളുടെ എല്ലാ ടീമും ഉണ്ടാവും എന്ന് ഉറപ്പ് നൽകുന്നു. അന്തിമ സ്ഥാനാർത്ഥി പട്ടിക പ്രകാരം സംസ്ഥാനത്തൊട്ടാകെ 75,632 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. ഇതിൽ 39,604 പേർ സ്ത്രീകളാണ്. 36,027 പേർ പുരുഷന്മാരും ഒരാൾ ട്രാൻസ്ജെൻഡറുമാണ്.
മലപ്പുറം ജില്ലയിൽ മാത്രമാണ് പുരുഷ സ്ഥാനാർത്ഥികളുടെ എണ്ണം സ്ത്രീകളെക്കാൾ കൂടുതലായുള്ളത്. മറ്റ് 13 ജില്ലകളിലും വനിതാ സ്ഥാനാർത്ഥികളാണ് കൂടുതലായി മത്സരിക്കുന്നത്.